ഇപ്പോൾ 2026 ആണല്ലോ. നമ്മുടെ ഇന്ത്യയുടെ കാർഷിക ഉൽപ്പാദനവും അതുവഴി കർഷകർക്കും ജനങ്ങൾക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇതൊക്കെ പലപ്പോഴും പ്രവചന അതീതമായ കാര്യങ്ങളായി മാറുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ കാർഷിക ഉൽപ്പാദനത്തിൽ രണ്ടാമത്തെ രാഷ്ട്രമാണ്, ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രം. പക്ഷേ നമ്മുടെ ആഭ്യന്തര ഉപഭോഗമാണ് ഏറ്റവും കൂടുതൽ. ഉദാഹരണത്തിന് പൾസസ് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്നാലേ നമ്മുടെ ഡിമാൻഡ് പൂർണ്ണമായും നികത്താൻ പറ്റുകയുള്ളൂ. നമ്മളാണ് പൾസസ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമുക്ക് മറ്റ് രാജ്യങ്ങളുമായി പല ഉൽപ്പന്നങ്ങൾ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണം, മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ച് നമ്മൾ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടീ, തേയില, അതുപോലെ ബസ്മതി റൈസ്, ഹോർട്ടിക്കൾച്ചർ പ്രോഡക്ട്സ്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറാൻ യുദ്ധം വന്നപ്പോൾ ഹോർമൂസ് കടലിലെ ഇടുക്കിലൂടെ കടന്നു പോകാനുള്ള പ്രശ്നങ്ങൾ, റെഡ് സീയിലുള്ള കാലതാമസം, അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പെരിഷബിളായിട്ടുള്ള പ്രൊഡക്ട്സിനെ അത് ബാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എക്സ്പോർട്ടേഷനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ 3 F എന്ന് പറയാം: ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫോറിൻ എക്സ്ചേഞ്ച്. ഈ 3 കാര്യങ്ങളും ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫ്യൂവൽ നമ്മൾ 90% ക്രൂഡ് ഓയിലും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതൽ സപ്ലൈ കുറവ് ആകുമ്പോൾ എല്ലാ സെക്ടറിനെയും ബാധിക്കും. പിന്നെ അതുപോലെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഗൾഫ് മേഖലയിൽ നിന്നും നമ്മൾ യൂറിയ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2026 ഖാരിഫ് കോൺഫറൻസിൽ നിന്ന് മനസ്സിലാവുന്നത് യൂറിയയുടെ വിൽപ്പന 10% കൂടിയെന്നാണ്. അപ്പോൾ ഒന്നുകിൽ ഹോർഡിങ് വരാം, അല്ലെങ്കിൽ ആളുകൾ ഈ പാനിക് ബൈയിങ്, വില കൂടാതെ കുറേ നേരത്തെ വാങ്ങിച്ചു വയ്ക്കും. അതുപോലെ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് 40% കൂടുതലായിട്ട് മേടിച്ചു കഴിഞ്ഞ വർഷത്തെക്കാളും. പക്ഷേ എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ ഇന്ത്യ കഴിഞ്ഞ വർഷം, യുദ്ധം കുറച്ചു കാലമായല്ലോ തുടങ്ങിയിട്ട്, അപ്പോൾ നേരത്തെ ബാധിക്കണമല്ലോ നമ്മളെ, കഴിഞ്ഞ വർഷം 376.56 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസ്, റെക്കോർഡ് ഫുഡ് ഗ്രെയിൻസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മളെ ബാധിച്ചോ എന്നുള്ള ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ 3F ബാധിച്ചു എന്ന് പറയാം. ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫോറിൻ എക്സ്ചേഞ്ച്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെ ബാധിച്ചു. റിസർവ് ബാങ്ക് പിടിച്ചു നിർത്തുകയാണ്, സബ്സിഡി കൊടുത്തുകൊണ്ട് ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുന്നുണ്ട്. വില, ഈ DAPയുടെയും യൂറിയയുടെയും വില 100% കൂടിയില്ലേ. പക്ഷേ നമ്മൾ ബഡ്ജറ്റിനകത്തൊരു 3.8 lakh crore കൂടുതലായി കണ്ടെത്തേണ്ടി വരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യത കൂടും. അത്തരം പ്രശ്നങ്ങളല്ലാതെ ഇന്ത്യ ഇപ്പോഴും തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 2026 ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ച ശേഷമുള്ളത് ഇപ്പോഴുള്ളതാണ്. അത് ഇനി എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയണം. പക്ഷേ ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഇതിനേക്കാളും വലുതാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുത്തുന്നത്. ഈ 376 മില്യൺ ടൺസ് ഫുഡ് ഗ്രെയിൻസ് വരാൻ കാരണം മഴ കിട്ടി, കാര്യമായിട്ട് മഴയൊക്കെ കിട്ടി. അത് ഒരു വിഷയമാണ്. അപ്പോൾ ആഗോള താപം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രം തമ്മിലുള്ള യുദ്ധം കൊണ്ടാണ് ഇതെല്ലാം വന്നത് എന്ന് ഒരു പ്രചരണം നടക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കുറയുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ കാർഷിക മേഖലയിൽ നമ്മൾ ശക്തർ തന്നെയാണ്. ചൈനയും ഇന്ത്യയും വളരെ മുന്നിലാണ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിക്കാനുള്ള അവകാശവും ആ ധൈര്യമൊക്കെ നമുക്കുണ്ട്. മറ്റുള്ളവർ നമ്മളോട് ചോദിച്ച് വേണം വാങ്ങാൻ. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലേ ഇനി പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മളിൽ ഓരോരുത്തർക്കും വരണം. കൃഷി കൂടുതൽ പുരോഗമിക്കട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും നമ്മുടെ കൃഷിയെ ഒരു പരിധി കൂടുതൽ ബാധിക്കില്ല. പ്രോഗ്രാമേഴ്സിനെയൊക്കെ ചിലപ്പോൾ ഔട്ടാക്കിയിരിക്കും. പക്ഷേ കൃഷിയെ, ചില അടിസ്ഥാന കാര്യങ്ങളെ ബാധിക്കില്ല. അതുകൊണ്ട് നാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.